Hey friends, welcome back to Orange Recipes. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് തിരക്കായത് കാരണം വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ആണ്. ഇതൊരു കംപ്ലീറ്റ് വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ മെയിൻലി ക്യാബേജ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ മഞ്ചൂരിയൻ ബോൾസ് ഉണ്ടാക്കുന്നത്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അധികം വൈകിക്കുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായി നുറുക്കിയതും കൂടെ ചേർക്കാം. ഇതേപോലെ തന്നെ ഞാൻ വേറെയും കുറച്ച് റൈസ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയനും അര സവാള നുറുക്കിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. റെഡ് ചില്ലി സോസ് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് മൈദയും അതേ അളവിൽ തന്നെ 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം സ്പൂണും കൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും മറക്കല്ലേ. ഇനി ഇത് കൈ കൊണ്ട് നല്ല ഹാർഡായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ഡൗ ആവുന്ന രീതിയിൽ വരുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ ഇത് ശരിയായി വരില്ല. കുറച്ച് നേരം ഇത് കൈ കൊണ്ട് നല്ലോണം കുഴച്ചതിന് ശേഷം ഇങ്ങനെ ഡൗ ആയി കിട്ടും. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടാം. എണ്ണ പുരട്ടിയിട്ടില്ലെങ്കിൽ കയ്യിൽ ഫുൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ പുരട്ടിയിട്ട് ഈ ബോൾസ് ഒക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസായിട്ടാണ് എല്ലാ ബോൾസും ഉരുട്ടിയെടുക്കുന്നത്. ഒരുപാട് ചെറിയ സൈസായിട്ട് ഉരുട്ടിയെടുക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു സൈസായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ തന്നെ ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 മഞ്ചൂരിയൻ ബോൾസ് എങ്കിലും നമുക്ക് കിട്ടും. ഇനി ഒരു പാനിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി വെച്ചാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പുറത്ത് ഫുൾ കരിഞ്ഞു വരും, അതേപോലെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ ഫ്രൈ ചെയ്യുവാണെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ തിരിച്ചിടണം. ചില സമയത്ത് 2 എണ്ണം കൂടെ ഒരുമിച്ച് ഒട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പതുക്കെ നമുക്ക് തിരിച്ചിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ടൈപ്പ് ഫുഡാണ് ഇഷ്ടം, അതേപോലെ തന്നെ ഞാൻ അടുത്ത ഏത് റെസിപ്പി ഇടണം, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഈ മഞ്ചൂരിയൻ ബോൾസ് വെറുതെ കെച്ചപ്പ് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഈ മഞ്ചൂരിയൻ ബോൾസ് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും അതേ അളവിൽ തന്നെ, അതായത് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ, ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി, ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മഞ്ചൂരിയനിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് അര സവാള, അര ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ് ഈ മൂന്നെണ്ണം നുറുക്കിയത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓരോന്നായിട്ട് ചേർത്താണ് മിക്സ് ചെയ്തത്. നിങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു പോണേ. ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടി ഒരു 5 മിനിറ്റെങ്കിലും നല്ലോണം വഴറ്റിയെടുക്കണം. മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. ആ സ്പേസിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺസ്റ്റാർച്ച് ഇല്ലേ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മഞ്ചൂരിയൻ ബോൾസ് ഇല്ലേ അതൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ചൂരിയൻ ബോൾസ് ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 കപ്പ് നീളത്തിൽ അരിഞ്ഞ ക്യാബേജും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചോറ് ചേർത്ത് മിക്സ് ചെയ്യാനുള്ള ടൈമായി. ഞാനിവിടെ 3 കപ്പ് വേവിച്ച ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തന്നെയാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും നല്ലപോലെ മസാല സ്പ്രെഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ പുതിയ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.